സൂപ്പർ നെറ്റ് കോട്ടയിൽ വന്നിരിക്കുന്ന നല്ല സൂപ്പർ സാരീസ് ആണ്. ഈ ടൈപ്പ് സാരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപും. സാരീസ് റീസ്റ്റോക്കിൽ വന്നതാണ്. ജസ്റ്റ് അതിനൊരു അപ്ഡേഷൻ വീഡിയോ ആണ് ഇന്ന് വരുന്നത്. പേൾ ക്രീമാണ് എല്ലാ സാരീസിന്റെയും ബേസ് വരുന്നത്. പേൾ ക്രീമാണ്. അതിൽ ആ ഒരു സെൽഫ് ടോണിൽ തന്നെ ആയിരിക്കും ത്രെഡ് വർക്ക് വരുന്ന സാരി. ചെസ്റ്റ് പോർഷൻ വരുമ്പോൾ കംപ്ലീറ്റ് ആ ഒരു ടോൺ തന്നെ. പേൾ ക്രീമിൽ തന്നെ നല്ലൊരു ഫ്ലോറൽ ജാൽ പാറ്റേണിലാണ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക വിത്ത് ക്രോഷ്യോ ലേസ്. സിമ്പിൾ ലേസ് വർക്ക് വരുന്നുണ്ട് സാരിക്ക്. അത് കഴിഞ്ഞുള്ള പോർഷൻ കണ്ട് ഈ ഒരു സൈഡ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ട് ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയിൽ ആ ഒരു ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ആയിരിക്കും ലോവർ ഏരിയ വരിക. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ലുക്ക് ആയിരിക്കും വരിക സാരിക്ക്. പല്ലു സെയിം അതേ സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും സാരിയുടെ മുന്താണി. ഇതിൽ ബേർഡ് മോട്ടീവ്സും വരുന്നുണ്ട്. ബേർഡ് മോട്ടീവ്സും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിലും ആയിരിക്കും സാരിയിൽ ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. പല്ലു വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. നല്ലൊരു മൾട്ടി കളറിൽ ലാവൻഡർ റസ്റ്റിക് ടോണിലായിരിക്കും ആ ഒരു പാറ്റേൺ വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടോ, നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ആ ഒരു എംബ്രോയിഡറി വർക്ക് വരും ചെസ്റ്റ് പോർഷനിലും മുന്താണിയെല്ലാം ഈ ഒരു പാറ്റേണിലായിരിക്കും ത്രെഡ് വർക്ക് വരിക വിത്ത് സിമ്പിൾ ക്രോഷ്യോ ലേസ് വർക്ക്. വളരെ എലഗന്റ് ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയർ സാരിയാണ്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട് സാരിക്ക്. ബ്ലൗസും പ്രിന്റഡ് ബ്ലൗസ് തന്നെ വരുന്നത്. നെക്സ്റ്റ് സാരി വരുമ്പോൾ ബ്ലൗസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. സെയിം സ്റ്റൈൽ തന്നെ കേട്ടോ സാരി. ആ ഒരു ഡിജിറ്റൽ പ്രിന്റഡ് പാറ്റേണിൽ ചെറിയ ആ ഒരു കളർ പാലറ്റിൽ ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കി എല്ലാം സെയിം തന്നെ. ഡിസൈൻ സെയിം തന്നെ, പാറ്റേൺ സെയിം തന്നെ, ഫാബ്രിക് സെയിം തന്നെ. സോഫ്റ്റ് സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക്. പേൾ ക്രീം സെയിം ടോണിൽ തന്നെ. പേൾ ക്രീമിൽ തന്നെ അതേ ഫ്ലോറൽ ജാൽ പാറ്റേണിലാണ് ഫുൾ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് വിത്ത് സിമ്പിൾ ക്രോഷ്യോ ലേസ് വർക്ക്. ഇതിന്റെയും ആ ഒരു മുന്താണിയിലും ബോഡിയിൽ വരുന്ന ഒരു വർക്കിലും സെയിം ഡിസൈൻ ഫ്ലോറൽ ഡിസൈൻസും ബേർഡ് മോട്ടീവ്സും ആയിരിക്കും ആ ഒരു ഡിസൈൻസ് വരുന്നത്. അതിന്റെ കളർ വരുന്നത് ഈ ഒരു സ്റ്റൈലാണ്. വളരെ ലൈറ്റ് വേരിയേഷൻ ആണ് ഓരോ ഡിസൈനും തമ്മിൽ. ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെ ആയിരിക്കും വിത്ത് ബ്ലൗസ്. സെയിം സ്റ്റൈലിൽ തന്നെ ഇതിലും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ലോവർ ഏരിയ വരുമ്പോൾ അതേ പാറ്റേൺ തന്നെ. ഞാൻ ഫസ്റ്റ് സാരി കാണിച്ചു തന്നല്ലോ, അതേ സ്റ്റൈലിൽ തന്നെ എല്ലാ സാരീസും വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ ഡ്രേപ്പ് ചെയ്യാവുന്ന പാർട്ടി വെയർ സാരീസ് ആണ്. ഇതിന്റെ ആ ഒരു ഡിസൈൻസ് വരുന്നത് സീ ബ്ലൂ ആൻഡ് സീ ഗ്രീനിലാണ്. ആ ബേർഡ് മോട്ടീവ്സ് ആൻഡ് ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും വിത്ത് റണ്ണിങ് പല്ലു, ബ്ലൗസ്. നെക്സ്റ്റ് കളറാണ് വരുന്നത്. ഒരു മുന്താണിയുടെ കളർ മാത്രമേ മാറുന്നുള്ളൂ. അതും കറക്റ്റ് ഒരു കളർ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാനില്ല. മൾട്ടി കളറിലാണ് ആ ഒരു ഡിസൈൻസ് വരുന്നത് എല്ലാ സാരീസിലും. എല്ലാം നല്ല നല്ല കളർ കോമ്പിനേഷൻസിലാണ്. ബോഡി സെയിം തന്നെ. പേൾ ക്രീമിൽ തന്നെ ആയിരിക്കും ആ ഒരു ത്രെഡ് വർക്ക് വന്നിട്ട് വിത്ത് ക്രോഷ്യോ ലേസ് വർക്ക്, റണ്ണിങ് പല്ലു വിത്ത് പ്രിന്റഡ് ബ്ലൗസ്. നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരീസ് ആയിരുന്നു ഇന്ന് വന്നത്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന കളക്ഷൻസ് ആയിരുന്നു. സൂപ്പർ നെറ്റ് കോട്ടയിൽ പേൾ ക്രീമിലായിരുന്നു സാരീസ് എല്ലാം തന്നെ വന്നത്. അതിൽ നല്ല പാറ്റേണിൽ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റും ബേർഡ് മോട്ടീവ്സ് എല്ലാം വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടായിരുന്നു സാരിയുടെ ലോവർ ഏരിയയും മുന്താണിയും വരുന്നത്. അതേ സ്റ്റൈലിൽ തന്നെ മിനിയേച്ചർ മോട്ടീവ്സിലായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത്. ഇത് ലാസ്റ്റ് സാരി കേട്ടോ. സെയിം സ്റ്റൈൽ വിത്ത് ക്രോഷ്യോ ലേസ് വർക്ക്, ഫുൾ ത്രെഡ് വർക്കിലായിരിക്കും ചെസ്റ്റ് പോർഷനും മുന്താണിയും വരുന്നത്. മുന്താണിയുടെ എൻഡിൽ വരുമ്പം ഫ്ലോറൽ ഡിസൈൻസ്, ആ ഒരു ലോവോ പാർട്ട് വരുമ്പോഴും അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെയായിരിക്കും സാരി വരുന്നത് വിത്ത് പ്രിന്റഡ് ബ്ലൗസ്.